നോക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ മൊഴികളിലെ നിജസ്ഥിതി പരിശോധിക്കാൻ അന്വേഷണം വ്യാപിപ്പിച്ച് എസ്ഐടി. വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡ് ജീവനക്കാരായിരുന്ന സുധീഷ് കുമാറും മുരാരി ബാബു മുൻ ദേവസ്വം കമ്മീഷണർ എൻ വാസുവുമായും പത്മകുമാറുമായും ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്ന നിഗമനത്തിലാണ് എസ്ഐടി ഉള്ളത്. പത്മകുമാറിന്റെയും പോറ്റിയുടെയും സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചും വിശദമായ പരിശോധന ഉണ്ടാകും. റിമാൻഡിൽ തുടരുന്ന പത്മകുമാറിനും എൻ വാസുവിനു വേണ്ടി എസ്ഐടി ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. ഡാൻ കുര്യൻ നൽകും കൂടുതൽ വിവരങ്ങളുമായി. ഡാൻ, അന്വേഷണം വിപുലീകരിക്കുകയാണ് എസ്ഐടി എന്ന് വ്യക്തം അല്ലേ? തീർച്ചയായിട്ടും ഈ കേസുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നൊരു നിഗമനത്തിലാണ് അന്വേഷണ സംഘം. അതിൽ തന്നെ ഈ 2019 ദേവസ്വം ബോർഡിന്റെ നേതൃത്വം നൽകിയ പത്മകുമാർ ബോർഡ് അംഗങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ ശില്പങ്ങളടക്കം കൊടുത്തുവിടുന്നതിൽ, ഈ വാതിൽപ്പാളികളടക്കം കൊടുത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട് അനുമതി തേടുന്ന തരത്തിലേക്ക് ചർച്ചകൾ നടന്നിരുന്നു. പക്ഷേ ബോർഡ് അംഗങ്ങൾ അതിനെ എതിർത്തിരുന്നുവെന്ന കാര്യം കഴിഞ്ഞ ദിവസം തന്നെ റിമാൻഡ് റിപ്പോർട്ടിൽ പുറത്തു വന്നതാണ്. തുടർന്നാണ് ഉദ്യോഗസ്ഥ തലത്തിലേക്ക് ഈ ഗൂഢാലോചന വ്യാപിച്ചത്. അങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതോടൊപ്പം കെ പത്മകുമാറും ദേവസ്വം ഉദ്യോഗസ്ഥരായിരുന്ന മുരാരി ബാബുവുമായും സുധീഷ് കുമാർ ഉൾപ്പെടെയുള്ളവരുമായി ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന നടത്തിയത്. അതിനൊടുവിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ മിനിറ്റ് ചില തിരുത്തലുകൾ വരുത്തിക്കൊണ്ട് സ്വർണം പൂശിയ ചെമ്പ് എന്നതിന് പകരം ചെമ്പെന്ന് മാത്രം എഴുതി അവിടെ നിന്ന് ഈ വാതിൽപ്പാളിയും കട്ടൽപ്പാളിയും ഒക്കെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടത് എന്നാണ് ആ വിവരം. അങ്ങനെ ഉണ്ടായ സാമ്പത്തിക നേട്ടം വീതിച്ചു നൽകിയെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നേരത്തെ നൽകിയിരിക്കുന്ന മൊഴി. പക്ഷേ അത് ആർക്കൊക്കെ എത്ര വീതം എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് അന്വേഷണം നടക്കുന്നത്. അതുകൊണ്ടാണ് കെ പത്മകുമാറിന്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും 2019 മുതലുള്ള സാമ്പത്തിക ഇടപാടുകൾ കൂടി വിശദമായി തന്നെ ഇപ്പോൾ എസ്ഐടി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പല ആവശ്യത്തിനും പത്മകുമാർ അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി അടക്കം സമീപിച്ചിരുന്നു എന്നുള്ള സൂചനകൾ ലഭ്യമാകുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇനി ചോദ്യം ചെയ്യലുണ്ടാവുക കടകംപള്ളിയാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ എസ്ഐടിയുടെ ഭാഗത്തു നിന്ന് ലഭ്യമായിട്ടുണ്ടോ? അത്തരം കൃത്യമായ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകാനിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം കൃത്യമായി ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലായതിനാൽ മാധ്യമങ്ങൾക്ക് ഈ ചോദ്യം ചെയ്യലിന്റെയോ അതല്ല എങ്കിൽ തുടർന്നിരിക്കുന്നതയോ വിശദാംശങ്ങൾ അത്ര കൃത്യമായി ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നമുക്ക് ലഭ്യമാകുന്നില്ല. കാരണം അന്വേഷണം ഒരു പ്രത്യേക ഘട്ടത്തിലേക്ക് കടക്കുന്ന സാഹചര്യമാണ്. എന്തായാലും അടുത്ത ദിവസം ഹൈക്കോടതിയിൽ ഒരുപക്ഷെ അടുത്തയാഴ്ച തന്നെ 3ാമത്തെ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട്. ആ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പത്മകുമാറിന് ഈ കേസിലുള്ള പങ്ക് എന്താണെന്ന് വ്യക്തമാക്കുന്ന വിശദാംശങ്ങൾ ഉണ്ടായിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ.